എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നൊരു ഉണക്കമീൻ ഫ്രൈ ആണ് കേട്ടോ കാണിക്കുന്നത്. ഉണക്ക നങ്കാണ്. ഒരു കവറ് ഉണക്ക നങ്ക് മേടിച്ചിട്ടുണ്ട്. ഒരു രണ്ട് കഷ്ണമുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഒന്ന് വൃത്തിയാക്കി എടുക്കണം. ഒരു സവാള എടുത്തിട്ടുണ്ട്, ഒരു മീഡിയം സവാള, പിന്നെ കറിവേപ്പില, നമ്മുടെ ചതച്ച മുളക് ഒരു കവർ മേടിച്ചിട്ടുണ്ട്, 2 പച്ചമുളക് കേട്ടോ. നിങ്ങളിതുപോലെ സവാളയൊക്കെ ഇട്ടിട്ട് ഉണക്കമീൻ ഫ്രൈ ചെയ്ത് കഴിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഒന്ന് കഴിച്ച് നോക്കണം കേട്ടോ. നല്ല അടിപൊളി കിടു ടേസ്റ്റാണ്, ഞാൻ എപ്പോഴും പറയണ പോലെ. അപ്പം ഞാൻ ഇതെല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഉണക്കമീൻ കഴുകി വൃത്തിയാക്കി സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. സവാള എത്രയും തിന്നായിട്ട് അരിയാൻ പറ്റുമോ അത്രയും കനം കുറച്ച് അരിഞ്ഞിട്ടുണ്ട്. വേപ്പിലയൊക്കെ കഴുകിയെടുത്തിട്ടുണ്ട്. നമ്മുടെ സ്വന്തം വേപ്പിലയാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഉണക്ക മുളക് ക്രഷ് ചെയ്തത്, ഇത്രയും കാര്യങ്ങൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ പരിപാടി ആരംഭിക്കാം കേട്ടോ. അപ്പോൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടായി വന്നപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ചൂടായിപ്പോൾ നമുക്ക് ഉണക്കമീനൊക്കെ സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഞാനിത് കഴിക്കണത് എൻ്റെ സ്കൂൾ ടൈമിൽ എൻ്റെ അപ്പുറത്തെ വീട്ടിലുള്ള മണിയമ്മ എന്ന് പറയണ, എനിക്ക് അത്രയും ഇഷ്ടമാണ്, എൻ്റെ അമ്മനെ പോലെ ഇഷ്ടമാണ് ആ മണിയമ്മ. എനിക്ക് ഇങ്ങനെ സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് കറിയൊന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ ഉണക്കമീൻ ഫ്രൈ എനിക്ക് തന്നു വിട്ടു കേട്ടോ. അന്ന് തുടങ്ങി ഞാൻ ഇതുപോലെ സവാളയൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്ത് കഴിക്കാറുണ്ട്. ഞാൻ എൻ്റെ വീട്ടിലും ചെയ്യുമായിരുന്നു. കല്യാണം കഴിഞ്ഞപ്പോൾ ചേട്ടൻ്റെ വീട്ടിൽ വന്നിട്ട് ഞാനിങ്ങനെ ചെയ്യും കേട്ടോ. ഇവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണിത്. അപ്പോൾ നിങ്ങളിതുപോലെ കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ മീൻ കഷ്ണങ്ങളൊക്കെ ഉണക്കമീനല്ലേ, പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയായി കിട്ടും കേട്ടോ. ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിനി മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇത് ഇങ്ങനൊരു ഫ്രൈ നമുക്ക് ഉണ്ടാക്കാനായിട്ട് അധികം സമയം വേണ്ട. ഉണക്കമീനൊക്കെ പെട്ടെന്ന് നമുക്ക് ഇതാക്കിയെടുക്കാൻ പറ്റുന്ന. ഞാൻ ഈ ഉണക്കമീനിൽ വേറെ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. ഉപ്പോ മുളക് പൊടിയോ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അങ്ങനെ തന്നെ കഴുകി വൃത്തിയാക്കിയിട്ട് അങ്ങനെ തന്നെ ഫ്രൈ ചെയ്തേക്കാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു നിൽക്കിയാൽ നമ്മുടെ എല്ലാവരും 2 സൈഡും ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിനി ഇത് എന്താ പറയുക, ഒരു പാത്രത്തിലോട്ട് കോരി മാറ്റാം കേട്ടോ. ആയിട്ടുണ്ട് കണ്ട്, നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. നമുക്കിത് ഒരു പാത്രത്തിലോട്ട് കോരി മാറ്റാം. ഇനി ഇതേ എണ്ണയിലോട്ട് തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കണ്ട കേട്ടോ. ഇനി നമ്മുടെ പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണ്ടേ. ഇനി നമുക്ക് ഒപ്പം തന്നെ സവാള ഇട്ട് കൊടുക്കാം കേട്ടോ. സവാളയ്ക്ക് വേണ്ടി മാത്രം ആവശ്യമായി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ക്ഷമ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സവാള ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവണ വരെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത പോലെ ആക്കിയെടുക്കണം. അത് നമ്മൾ ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെച്ച് ചെയ്യരുത്, സിമ്മിലിട്ട് തന്നെ ചെയ്യണം കേട്ടോ. അത് മാത്രമാണ് നമുക്ക് ഇത്തിരി പണിയായിട്ട് തോന്നുന്നത്. എന്നാലും ഒരുപാട് സമയമൊന്നും പിടിക്കില്ല കേട്ടോ. അപ്പോഴാണ് ഇതിൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. സവാളയ്ക്ക് ഏകദേശം ഈ കളറായിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ മുളക് പൊടി മാത്രം ഇതിനകത്ത് ചേർക്കണുള്ളൂ. പിന്നെ ഇതിൽ ഡെക്കറേഷന് വേണ്ടിയിട്ട് നമ്മുടെ ക്രഷ്ഡ് ചില്ലി. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മുളക് പൊടി ഈ സവാളയുടെ എല്ലാ ഭാഗത്തും ആകാനായിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ഇതിനകത്തോട്ട് വേറെ പൊടികളൊന്നും ചേർത്തില്ല എന്ന് പറഞ്ഞല്ല, മുളക് പൊടി എല്ലാ ഭാഗത്തും ആയി കിട്ടണം നമുക്ക്. ഇനി നമുക്ക് നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന മീനുണ്ടല്ലോ അത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. മണം കേട്ടിട്ടുണ്ടല്ലോ, നിൽക്കാൻ പറ്റണില്ല. അപ്പോൾ നമ്മുടെ ഉണക്കമീനിലെല്ലാം ഈ മുളക് പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ട്.
നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കാണാൻ വേണ്ടി എന്ത് ഭംഗിയാണ് കാണാനായിട്ട്. നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. മസ്റ്റായിട്ട് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എനിക്ക് അറിയിക്കുകയും വേണം കേട്ടോ. അപ്പോൾ നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ മുളക് പൊടിയൊക്കെ നല്ലോണം ഒന്ന് മുരിഞ്ഞ് കളറൊക്കെ മാറി മീനിലൊക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ട്. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. നമുക്കിനി ഉണക്കമുളക് ലാസ്റ്റ് ഇതിൻ്റെ മുകളിലൊന്ന് ഇട്ട് കൊടുക്കണം. ഉണക്കമുളക് ചതച്ച മുളക് കേട്ടോ ഇട്ട് കൊടുക്കുക. ഇനി കറിവേപ്പില ഒക്കെ വിതറി നല്ല അടിപൊളിയാക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾ ചോറിൻ്റെ കൂടെ ബെസ്റ്റാണ്. ഇതുണ്ടെങ്കിൽ വേറെ കറികളൊന്നും വേണ്ട. താങ്ക് യു ഫോർ വാച്ചിങ്.